ഹലോ, ഒരു ഈവനിങ് വ്ളോഗാണേ. വൈകിട്ട് ചായക്ക് കഴിക്കാനായിട്ട് ഞാനിന്ന് ചക്കയൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചക്കപ്പുഴുക്കെന്നൊക്കെ പറയും. പക്ഷേ ചക്കപ്പുഴുക്കിന് വേവിക്കുന്ന ചക്കയ്ക്കാണ് ചക്കപ്പുഴുക്കെന്ന് സാധാരണയായി പറയാറുള്ളത്. ഇത് ഞാനിട്ട പേരാണ് കേട്ടോ. അപ്പം ചക്കപ്പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക ചുളയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയത് പിഴിഞ്ഞ് വെള്ളം ഉൾപ്പെടെ തേങ്ങാപ്പീരയൊക്കെ ഉൾപ്പെടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഒഴിച്ചത് കേട്ടോ. ഞാൻ മുമ്പ് ഇങ്ങനെ ചക്ക പുഴുങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ. അപ്പോൾ ചക്ക പുഴുങ്ങാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ചായ ഇടാനായിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കാന്താരിമുളക് ചതച്ചതാണ് ഏറ്റവും ബെസ്റ്റ്. കാന്താരിമുളക് ചമ്മന്തി, പിന്നെ നല്ല ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കഴിക്കാനായിട്ട്. ഇവിടെ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. അങ്ങനെ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ചക്ക പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വൈകിട്ട് ചായയുടെ കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ചക്ക പഴുത്ത വരിക്കച്ചക്ക പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. അകത്ത് തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുത്ത് കഴിച്ചിട്ടുണ്ട്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് മുതിർന്നതിന് ശേഷമൊന്നും അങ്ങനെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ചക്ക വേവിച്ച് മാത്രം കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ കേട്ടോ, പലർക്കും അറിയാമായിരിക്കും. അതുപോലെ നമ്മുടെ റംബുട്ടാനൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ കാ പിടിച്ച് നിൽപ്പുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമേ. നമ്മുടെ ചായക്കുള്ള വെള്ളത്തിലേക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചപ്പോൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും രണ്ടായിട്ടാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ മിക്കവാറും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പാലും വെള്ളവും കൂടെ ഒരുമിച്ച് വെക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചക്കയ്ക്ക് ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ വരും. അതിന് ശേഷമേ സ്റ്റൗ ഓഫ് ചെയ്യത്തുള്ളൂ. കുറച്ച് വേവ് അധികമുള്ള ചക്കയാണ് കേട്ടോ. ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഞാനങ്ങ് തുറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചക്കപ്പുഴുക്ക്, എൻ്റെ ചക്കപ്പുഴുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.